ഒരു സാധ്യത കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഒരു ഭാവിയിലൊരു കേസി ഒക്കെ പ്രതീക്ഷിക്കാവോ? താല്പര്യക്കുറവൊന്നുമില്ല. സെക്കൻഡ് പാർട്ട് ടൈറ്റിൽ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നതാണ് മസ്തിഷ്ക പറഞ്ഞ ടു ഡീകൺസ്ട്രക്ഷൻ ഓഫ് റോബിൻസ് പാരഡോക്സ് എന്ന്. അതൊരു ടൈം ട്രാവലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള കോമഡി ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതിപ്പോൾ ഫങ്ഷനിലായി തുടങ്ങിയോണ്ട് ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ വർക്കാവുന്നുണ്ട് സിനിമ. നമ്മൾ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചും ആലോചിക്കുന്നതാണ്. അതെ 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 അതെ. പ്രശാന്തിന്റെ ഒരു ഷോട്ടും കൂടെ ഇതിന്റെ എൻഡിലുണ്ടായിരുന്ന ഒരു ഷോട്ട് കൂടെ എടുക്കാം. പിന്നെ സെൻസർ ചെയ്ത് തിരിച്ചു വരണം. അപ്പം എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ആ ഷോട്ട് നമ്മൾ എടുക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് നിർത്തിയത്. അങ്ങനെ ആ ഒരു സീനാണെന്ന് പറഞ്ഞ പുള്ളി എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, പ്രശാന്തേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഫോട്ടോ അയച്ചു തരാം. അതെ അതെ അതെ. തിയേറ്റർ മൊത്തത്തിൽ ഒരു വലിയൊരു ചിരി പടന്നു. അതാ പ്രശാന്തേട്ടനും കൂടെ ഉള്ള ഒരു അംഗീകാരമാണല്ലോ പുള്ളി. അതിന് ആ ഒറ്റ സീനിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തല്ലേ. ഞാനിത് പറഞ്ഞപ്പോ പ്രശാന്തേട്ടൻ പറഞ്ഞ നീ ഇത് വേറെ എവിടെ പോയി പറയരുത്, പിന്നെ ഇനി ഡയറക്ടേഴ്സ് എന്റെ ഫോട്ടോ മാത്രമേ കൂടുതൽ നമുക്ക് തിരി വരുന്നത് സംസാര രീതി, സ്ലാങ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പിടിക്കാൻ പറ്റിയത്? എങ്ങനെ എത്ര എഫേർട്ട് എടുത്തു ഇതിന്? എനിക്ക് ഇഷ്ടമാണ് സ്ലാങ്ങിൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് സ്ലാങ്സ്. പണ്ട് തൊട്ട് സിനിമ വരുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ചുമ്മാ ഫ്ലോയും പോയി അല്ല അപ്പൊ അല്ല അത്രയുള്ളൂ. അപ്പൊ അത് പക്ഷെ അതിന് ഓക്കെ ആയിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സ്ലാങ് ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വന്നിട്ട് അത് ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഹാപ്പി ആയിരിക്കും. അതെ അതെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഡയലോഗ്? കാലത്തിലുള്ളതല്ലേ തവിയിൽ വരത്തുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തോന്ന് റീച്ച് ചെയ്ത് എന്താ മോള് രേഷയുടെ ലൈഫിൽ തന്നെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് എന്നിട്ടുള്ളൊരു പടമാണ്. അത് മാത്രമല്ല ഇപ്പൊ പടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നായികയല്ല, പക്ഷെ നായികക്കായിട്ടുള്ള സ്റ്റോറി ചെയ്തിട്ടാണ് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉള്ളൊരു പടമാണ്. ഇനി സിനിമ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ അത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ബൈസൺ ഇറങ്ങിയതിന് ശേഷമുള്ള രേഷയ്ക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കല്ലേ നമ്മുടെ ഈ സിനിമയിലെ നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും നായകന്റെ റൊമാൻറ്റിക് പെയറിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പം ചില സമയത്ത് അമ്മ റോളായിരിക്കാം സിനിമയിൽ ശരിക്കുള്ള നായിക, അല്ലെങ്കിൽ സിസ്റ്റർ ആവാം, ഫ്രണ്ട് ആവാം. നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇതിനു മുന്നേ ഇപ്പം മധുര മനോഹര മോഹത്തിൽ ഞാൻ സിസ്റ്ററാണ് സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ സിനിമയിൽ നമ്മൾ 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ മുഴുനീളം നമ്മളാണ് ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ എടുത്ത് നോക്കൂ. ഇപ്പം നമ്മൾ ദിവ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ആനിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫ്രിഡേ അല്ലാതെ ഈ 2 ക്യാരക്ടേഴ്സിന് പ്രശാന്തനെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഞാൻ പോയെന്നാ ചെയ്യാൻ. ഞാൻ പറയാന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഹോപ്പ് ഉണ്ട്, എവിടെ നല്ല ക്യാരക്ടർ കിട്ടുമോ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് പ്രൈമറി. പിന്നെ ബൈസൺ സക്സസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ തമിഴിലാകെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏത് സിനിമ നമ്മൾ ചെയ്യുമ്പം ആ സിനിമ വർക്കാവുക ഇപ്പം ഭയങ്കര സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് മസ്തിഷ്കമാരണം ഇവിടെ നല്ല റിവ്യൂസ് കിട്ടുമ്പം ഭയങ്കര സന്തോഷം. താങ്ക് യു അല്ല എനിക്ക് ജസ്റ്റ് ഒരു കാര്യം, അതായത് നിങ്ങൾ മീഡിയാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു അവയർനെസ് വേണമല്ലോ, ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.
Thank you. അതാരാ പറഞ്ഞത്? കഥാ Orange, orange.